വർക്കല ആദ്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സ്ഥലമായതുകൊണ്ടാണ്. വർക്കല മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് 6 കേന്ദ്രങ്ങൾ കൂടി യുനെസ്കോയുടെ ഈ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സഞ്ചാരികളൊക്കെ ഏറെ എത്തുന്ന ഇവിടങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കൂടുതൽ ഉത്തരവാദിത്വം ഇനി നമ്മുടെ സംവിധാനങ്ങൾ കൂടി വരുമെന്നതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രാധാന്യം. നമുക്ക് ഏതൊക്കെയാണ് മറ്റു സ്ഥലങ്ങൾ എന്നുകൂടി നോക്കാം. കോക്കനട്ട് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന ഇടമാണ് ഉടുപ്പിയിലെ സെന്റ് മേരീസ് ഐലൻഡ്സ്. മാൽപ്പേ തീരത്തെ കൊച്ചു കൊച്ചു ദ്വീപുകൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപത്തെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് രൂപപ്പെട്ട ഇടം. ഹെക്സഗൺ രൂപത്തിലുള്ള ഇവിടുത്തെ പാറകൾ കൗതുകകരമായ കാഴ്ചയാണ്. വെളുത്ത മണലും വ്യത്യസ്ത ഇനം പക്ഷികളും ഇങ്ങോട്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നു. മഹാബലേശ്വറിലെ ഡെക്കാൻ ട്രാപ്സ് മറ്റൊരു പ്രകൃതി വിസ്മയം. 65 ലക്ഷത്തോളം വർഷങ്ങൾക്ക് മുൻപ് വലിയ വിള്ളലുകളിലൂടെയുണ്ടായ ലാവാപ്രവാഹമാണ് ഇന്നത്തെ കാഴ്ചയ്ക്ക് കാരണം. കനത്ത മഴ ലഭിക്കുന്ന മേഖല കൂടിയാണിത്. ഇവിടെയും ഒട്ടേറെ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. മേഘാലയയിലെ ഗുഹകൾ ഇന്നും അത്ഭുതമാണ്. 1700ഓളം ഗുഹകൾ കണ്ടെത്തി. മണൽക്കൽ ഗുഹയായ ക്രെംപുരിക്ക് 24.5 കിലോമീറ്റർ നീളമുണ്ട്. ക്രെംലിയാത് പ്രായുടെ നീളം കണക്കാക്കുന്നത് 31 കിലോമീറ്റർ. മലിനീകരണം, ഖനനം എന്നിവ ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. നാഗാലാൻഡിലെ നാഗാ ഹിൽസ് ഓഫിയോലൈറ്റ് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയോട് ചേർന്നാണ്. വ്യത്യസ്ത തരം പാറകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. നാഗാലാൻഡിലെ പ്രശസ്തമായ ഹോൺബിൽ ഉത്സവം നടക്കുന്നതും ഇവിടെ. ചെമ്മണ്ണ് കുന്നുകൾ എന്നറിയപ്പെടുന്ന വിശാഖപട്ടണത്തെ ഏറാമട്ടി ഡിബല്ലുവിന് ജിയോളജി പഠനത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. വിനോദസഞ്ചാരികൾ ഉണ്ടാക്കുന്ന മാലിന്യം, അനധികൃത മണ്ണെടുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവിടെ രൂക്ഷമാണ്. ശിലാതോരണം എന്നറിയപ്പെടുന്ന തിരുപ്പതിയിലെ തിരുമലപ്പാറ ശരിക്കും ഒരു വിസ്മയം തന്നെ. സ്വാഭാവികമായി ഉണ്ടായ ഒരു കവാടം. തിരുപ്പതി വെങ്കിടേശ്വരനുമായി ചേർന്നുള്ള വിശ്വാസവും ശിലാതോരണത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.